ശ്രീമതി അനിതകുമാരി, സ്വർണ്ണ വിലയിലെ നിലവിലെ വർധനവിന് കാരണമാകുന്ന പ്രധാന മാക്രോ ഇക്കണോമിക് ഘടകങ്ങൾ എന്തൊക്കെയാണ്? ണ്ടിരിക്കുന്നതിന്റെ ഒരു കാരണം ഈ അന്താരാഷ്ട്ര മേഖലയിലുള്ള ഈ ഒരു അനിശ്ചിതത്വം തന്നെയാണ്. വാറുണ്ട്, അതോടൊപ്പം തന്നെ ട്രേഡ് വാറും മാത്രമല്ല ഒരു സുരക്ഷിത നിക്ഷേപമായിട്ട് ബാക്കിയുള്ള ഘടകങ്ങളെ കാണാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഈ ഡോളറിന്റെ ഒക്കെ ഒരു ഡിപ്രീസിയേഷൻ വരുന്ന ഒരു കാലഘട്ടം. അപ്പൊ ജനങ്ങൾക്ക് പൊതുവെ ഈ ഒരു ഗോൾഡിലാണ് ഒരു സുരക്ഷ നിക്ഷേപം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നു. അതിന്റെ കാരണം നമുക്ക് പറയാമെങ്കിൽ നേരത്തെ, അതായത് സെക്കൻഡ് വേൾഡ് വാറിന് മുമ്പേ നമ്മുടെ ഈ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് നിലനിന്നിരുന്ന ഒരു കാലത്ത് അന്നും അനിശ്ചിതത്വമായിരുന്നു. മറ്റൊരു നിക്ഷേപത്തിലോട്ടും ജനങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും കൂടുതലും ആ ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ഗോൾഡിലേക്ക് വരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഡോളറിന്റെ ആ ഒരു പ്രാമാണിത്വം ഉണ്ടാവുകയും കൂടുതൽ ആൾക്കാർ ഡോളർ എക്സ്ചേഞ്ച് ആ രീതിയിലോട്ട് വരികയും ചെയ്തു. പക്ഷെ എങ്കിലും ഇത്രയും ഒരു വോളറ്റിലിറ്റി വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഗോൾഡിൽ നിക്ഷേപിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ആൾക്കാരെല്ലാം ആശങ്കയിലാണ്. കുടുംബങ്ങളായാലും ശരി, അല്ലാതെയുള്ള നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണെങ്കിലും ശരി. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇന്ത്യയിൽ ഡോളർ വാങ്ങുന്നതിനേക്കാൾ ഗോൾഡിലേക്കുള്ളൊരു നിക്ഷേപം കൂട്ടാനുള്ളൊരു ശ്രമം നടക്കുകയാണ്. ബോണ്ടായാലും ശരി, അതുപോലെ പൊതുവെ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും, ഈവൻ പ്രൊഫഷണൽസ് ആണെങ്കിലും മറ്റുള്ള ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ഇപ്പം കൂടുതൽ സിപ്പും മറ്റു രീതിയിലും ഗോൾഡിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഗോൾഡിന്റെ ഈ ഒരു അനിശ്ചിതാവസ്ഥ തന്നെ ആൾക്കാരിൽ ആശങ്ക ഉണ്ടാക്കുന്നതിനോടൊപ്പം അതിന്റെ ഒരു വാല്യൂ ജനങ്ങൾ മനസ്സിലാക്കുകയും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇത് എവിടോട്ട് ചെന്ന് നിൽക്കും എന്നുള്ളതിന് ഒരു ഇതും കാണുന്നില്ല. കാരണം പല പല ഏജൻസികൾ, ഇപ്പൊ സ്റ്റാൻലി മോർഗൻ ആണെങ്കിലും ശരി, മറ്റുള്ള റേറ്റിംഗ് ഏജൻസികളൊക്കെ വിചാരിച്ചിരുന്നത് ഈ ഡിസംബറോടുകൂടി അല്ലെങ്കിൽ ഈ വർഷം അവസാനത്തോടു കൂടി മാത്രമേ ഈ പറയുന്ന ഒരു $4000 എത്തും എന്നുള്ളൊരു പ്രഡിക്ഷൻ ഉള്ളായിരുന്നു. പക്ഷെ അതിപ്പോ എത്തിക്കഴിഞ്ഞു. ഇനി ഇത് ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ മാസത്തിലാണ് ഒരു വർധന വരിക, അല്ലെന്നുണ്ടെങ്കിൽ 6 മാസം കൂടുമ്പം, ഒരു വർഷം കൂടുമ്പം. കഴിഞ്ഞ ഒരു കുറെ വർഷത്തെ കണക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു ലാസ്റ്റ് 10 yearsൽ ഒരു 15% വർധനവേ വർഷം തോറും ഉണ്ടായിട്ടുള്ളൂ.